रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः। ഇതാണ് അവസരം. വിടരുത് അവനെ. വരൂ. വേഗം വരൂ. അവരെ വിടാൻ പാടില്ല.
പ്രണാമം പിതാശ്രീ. പ്രണാമം. പിതാശ്രീ, അങ്ങ് നമ്മെ സ്മരിക്കാൻ ഹേതുവെന്താണ്? സുപ്രധാനമായ ഒരു കർത്തവ്യം ഏൽപ്പിക്കുവാനാണ് നാം തനയനെ കാണുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത്. കൽപ്പിച്ചാലും പിതാശ്രീ. പുത്ര, നിന്നുടെ അവതാര ലക്ഷ്യം എന്താണെന്ന് നിനക്കറിവുള്ളതല്ലേ? ജന്മോദ്ദേശ്യം നാം വിസ്മരിക്കുന്നതെങ്ങനെ പിതാശ്രീ? മഹിഷിയെ നിഗ്രഹിക്കുന്നതിനുള്ള കാലം കാത്തു കഴിയുകയാണ് നാം. മഹിഷി നിഗ്രഹത്തിനായുള്ള സമയം സമാഗതമായിരിക്കുന്നു പുത്ര. അവിടുന്ന് കൽപ്പിക്കുകയേ വേണ്ടൂ. ശ്രീഭൂതനാഥ, നീ ഭൂമിയിൽ മാനവനായി അവതാരമെടുക്കണം. ശൈവ വൈഷ്ണവ സംയോഗത്തിൽ പിറന്ന മനുഷ്യപുത്രന് മാത്രമേ തന്നെ സംഹരിക്കാൻ കഴിയാവൂ എന്ന് ബ്രഹ്മദേവനിൽ നിന്ന് വരം നേടിയിരിക്കുന്ന മഹിഷിയെ നിഗ്രഹിക്കുന്നതിനായി 12 കാലം നീ ഭൂമിയിൽ മനുഷ്യപ്രജയായി ജീവിക്കണം. അവതാരകാലം പൂർത്തിയാക്കും വരെ ബ്രഹ്മചര്യം പാലിക്കുകയും വേണം. എല്ലാം അവിടുത്തെ ഇച്ഛ പോലെ. പുത്ര, നീ ഇപ്പോൾ തന്നെ മലയദേശത്തിലെ ശബരിമല താഴ്വരയിൽ പമ്പാ നദീ തീരത്തെ വനപ്രദേശത്ത് മനുഷ്യ ശിശുവായി അവതരിക്കണം. പുത്രദുഃഖത്താൽ ഉഴലുന്ന നമ്മുടെ ഭക്തനും പന്തളദേശം വാഴും അരജനുമായ രാജശേഖര പാണ്ഡ്യൻ മറവപ്പടയെ നശിപ്പിക്കണമെന്ന് നിശ്ചയിച്ച് പടയെടുത്ത് അടവിയിലെത്തിയിട്ടുണ്ട്. അവിടെ വെച്ച് രാജശേഖര പാണ്ഡ്യൻ കുഞ്ഞായി അവതാരമെടുത്ത നിന്നെ കാണും. സന്താനങ്ങളില്ലാതെ പുത്രദുഃഖത്താൽ ഉഴലുന്ന രാജശേഖര പാണ്ഡ്യൻ നിന്നെ പുത്രനായി സ്വീകരിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും. നിയോഗം ശിരസാ വഹിക്കുന്നു പിതാശ്രീ. പൂർവജന്മത്തിൽ തികഞ്ഞ ശാസ്താഭക്തനും തപസ്വിയുമായിരുന്ന പന്തള രാജാവായ രാജശേഖര പാണ്ഡ്യന്റെ പുത്രനായി, മണികണ്ഠകുമാരനായി 12 സംവത്സരം ഭൂമിയിൽ ജീവിച്ച് ധർമ്മസംസ്ഥാപനം നടത്തേണ്ടതാണ്. അവതാര ഉദ്ദേശം പൂർത്തിയാകുമ്പോൾ ക്ഷുദ്രശക്തികളെ നിഗ്രഹിച്ച് ഭൃഗുരാമനാൽ പ്രതിഷ്ഠിതമായ ശബരിമല ശാസ്താക്ഷേത്രം വീണ്ടെടുത്ത് അവിടുത്തെ യോഗീഭാവത്തിലുള്ള ധർമ്മശാസ്ത്ര ചൈതന്യത്തിൽ ലയിക്കേണ്ടതുമാണ്. കലിയുഗവരദനായി ശൈവ വൈഷ്ണവ സമന്വയ സങ്കല്പമായി അനാഥരക്ഷകനായി ആശ്രിതവത്സലനായി എന്നും ഭക്തരുടെ മനസ്സിൽ നീ കുടികൊള്ളൂ. വരൂ മകനെ. ഈ മണി നിന്റെ കഴുത്തിൽ എന്നും സൂക്ഷിക്കുക. ഇത് നിന്നെ മനുഷ്യജന്മം സ്വീകരിക്കുമ്പോഴുണ്ടാകുന്ന എല്ലാവിധ ആപത്തുകളിൽ നിന്നും എല്ലായ്പ്പോഴും സംരക്ഷിച്ചുകൊള്ളും. രാജശേഖരനും പരിവാരങ്ങളും ഇപ്പോൾ കാനനത്തിലുണ്ട്. അവർക്ക് മുന്നിൽ കൈക്കുഞ്ഞായി അവതരിച്ച് നിന്നുടെ മനുഷ്യജന്മം ആരംഭിച്ചാലും. ആകട്ടെ പിതാവേ, നമുക്ക് വിട നൽകിയാലും. വിജയീ ഭവ.
ഒരു കുഞ്ഞിന്റെ ശബ്ദമല്ലേ അത്? അതെ. കൊള്ളക്കാർ അപായപ്പെടുത്തിയ ആരുടെങ്കിലും കുഞ്ഞാവും. വരൂ നോക്കാം. അതാ അവിടെയാണെന്ന് തോന്നുന്നു. മന്ത്രി, അതാ അവിടെ ഒരു കുഞ്ഞ്. ഇവിടെ ഈ പുഷ്പതലത്തിൽ ഇങ്ങനൊരു ശിശു. എന്തൊരു തേജസ്സാണ് ആ മുഖത്ത്. ആരാണ് ഈ ശിശുവിനെ ആനയെ കടുവയൊക്കെയുള്ള ഈ വനാന്തരത്തിൽ ഉപേക്ഷിച്ചു പോയത്? ആരായാലും അവര് കഠിന ഹൃദയർ തന്നെ. ആരും ഉപേക്ഷിച്ചതാവില്ല ഫലമുന. പരപത്തിര ദുഃഖത്തിൽ നീറുന്ന നമ്മുടെയും റാണിയുടെയും സങ്കടം തിരിച്ചറിഞ്ഞ് സാക്ഷാൽ ത്രൈലോക്യനാഥൻ ഈ ശിശുവിനെ നമുക്ക് സമ്മാനിച്ചതാവണം. ശ്രീനീലകണ്ഠ, ശ്രീ പരമേശ്വര, ഉമാപത്തെ എല്ലാം അവിടുത്തെ കടാക്ഷം. ശ്രീ മഹാദേവനായിട്ടാണ് ഇന്ന് തന്നെ നമ്മെ ഈ വനത്തിലെത്തിച്ചത്. ഈ ശിശുവിനെ നമ്മുടെ കൈകളിലേക്ക് നൽകാൻ ലോകേശ്വരൻ തീർത്ത നിമിത്തമാണ് ആ മറവപ്പടയുടെ ആക്രമണം. മന്ത്രി, നാം ഈ കുഞ്ഞിനെ ഏറ്റെടുക്കുകയാണ്. ഇനി നമ്മുടെ മകനായി ഈ കുഞ്ഞ് നമ്മുടെ കൊട്ടാരത്തിൽ വളരും. തമ്പുരാനെ, തിരുവുള്ളം കൊണ്ട് ക്ഷമിക്കണം. അങ്ങ് അവിവേകമാണ് കാട്ടുന്നത്. തമ്പുരാൻ അനുചിതമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ കുഞ്ഞിന് ഒരു ദിവ്യ തേജസ്സും നാം കാണുന്നില്ല. ഈ കുഞ്ഞിന്റെ കഴുത്തിൽ കാണുന്ന മണിയുടെ പ്രഭയാൽ തോന്നുന്നതാണത്. ഇതേതോ വനവാസിയുടെ കുട്ടിയാണ്. ഇതിനെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി വളർത്തുന്നത് അബദ്ധമാണ്. മന്ത്രിയുടെ ചിന്തകളോട് നാം യോജിക്കുന്നില്ല. നാം ഈ കുഞ്ഞിനെ സ്വീകരിച്ച് നമ്മുടെ കുഞ്ഞായി തന്നെ വളർത്തും. അനിഷ്ടം തോന്നരുത് തമ്പുരാനെ. ഈ കുഞ്ഞിന്റെ കഴുത്തിലെ മണി കണ്ടില്ലേ? ആരോ ആഭിചാരം ചെയ്ത് ബന്ധിച്ചതാവണം ഇത്. ഈ കുഞ്ഞിനെ ഏറ്റെടുത്താൽ തമ്പുരാനും നമ്മുടെ രാജ്യത്തിനും ദോഷമാകുമെന്ന് അടിയന്റെ മനസ്സ് പറയുന്നു. അടിയന്റെ മനസ്സിലും അത് തന്നെയാണ് തോന്നുന്നത് തിരുമനസ്സേ. മഹാദേവ, ഇതെന്തു പരീക്ഷണമാണ്. ഈ ഉള്ളവൻ ഉചിതമായൊരു തീരുമാനത്തിലെത്താൻ അങ്ങ് തന്നെ സഹായിക്കണം.
തിരുമനസേ, മടങ്ങിയാലോ? നേരം അധികമാവുന്നു. പ്രണാമം മഹാരാജൻ. പ്രണാമം. അങ്ങ് എന്തോ ആശയക്കുഴപ്പത്തിലാണെന്ന് നാം മനസ്സിലാക്കുന്നു. അതെ സ്വാമി, മറവപ്പടയെ തുരത്തി വന്ന ഞങ്ങൾ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാണ് ഇവിടെ എത്തിയത്. ഇവിടെതാ തേജസ്വിയായ ഒരു കുഞ്ഞ്. സന്താന സൗഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത നാം ഈ കുഞ്ഞിനെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന ചിന്താക്കുഴപ്പത്തിലാണിപ്പോൾ. ആശങ്ക വേണ്ട മഹാരാജൻ. ഈ കുഞ്ഞിനെ ധൈര്യപൂർവ്വം സ്വീകരിച്ചോളൂ. ഒരു തീരുമാനമെടുക്കാനാകാതെ കുഴങ്ങി നിന്ന് നമ്മുടെ മനം കുളിർപ്പിക്കുന്ന വാക്കുകളാണ് അങ്ങിൽ നിന്ന് നാം കേട്ടത്. സന്തോഷമായി സ്വാമി. അങ്ങ് ആരാണ്? കൈലാസവാസിയായ ഒരു താപസനാണ് നാം. സന്താനലബ്ധിക്കായുള്ള അങ്ങയുടെ പ്രാർത്ഥനകളുടെയും പൂജകളുടെയും ഫലമായി അങ്ങേക്ക് ലഭിച്ച സൗഭാഗ്യമാണ് ഈ കുഞ്ഞ്. അദൃശ്യമായതിനെ കാണുന്ന കാഴ്ചയാണ് ഭക്തി. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ നമോ നമഃ ശരണമേ. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം.
प्रभो मङ्गलम् अन्यस्तोपममङ्गलम् श्रुतिशिरो